ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ പുതിയ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള കുരുമുളകിട്ട ലിവർ ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമായ ഒരു കടായി എടുത്ത് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്ത് അതിൽ ചൂടായതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇടുക. ഈ കറിവേപ്പില ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 സവോള, ഇഞ്ചി ചെറിയൊരു കഷ്ണം, 4 പച്ചമുളക്, 4-5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസി ആയിട്ടാണെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് സവോള വഴന്ന് വരാനായിട്ട് ഒന്ന് അനുവദിക്കുക. 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് സവാള വഴറ്റിയെടുക്കാം. ഇത് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് പൊടിക്കണ്ട, അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 2 വിസിൽ വെച്ച് നമ്മൾ ഈ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വയ്ക്കുക. ഈ ചിക്കൻ ലിവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ വെള്ളം നന്നായി ഒന്ന് വഴറ്റാൻ വേണ്ടി ഈ സവോള എല്ലാം വഴന്നതിന് ശേഷം ഈ കുക്കറിൽ വേവിച്ച് വെച്ച ലിവർ ഇതിലേക്ക് ചേർക്കുക. ഇതിൽ വെള്ളം ഒന്ന് വഴന്ന് വരാനായിട്ട് ഒരു 2-3 മിനിറ്റ് എടുക്കും. ചെറിയ ഫ്ലെയിമിലും കൂടിയ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കുക. ചതച്ച വറ്റൽമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പച്ചമുളക് നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കിതെന്നെല്ലാം യോജിപ്പിക്കുക. ഇതിൽ ഇടയ്ക്കിടെയാണ് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കൂടി ഞാനിവിടെ കുരുമുളക് ചതച്ചത് മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതുപോലെ ലിവർ വരട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇടയ്ക്ക് നോക്കാം, ആവശ്യമെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ തവി കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അവസാനം നമ്മൾ വാങ്ങാൻ സമയമാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയാണ്. ഒരു കറിവേപ്പിലയുടെ തണ്ട് വെച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതിങ്ങനെ വരട്ടി എടുക്കാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ബായ്.